City Talks with RJ Matai. വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം സിറ്റി ടോക്സ് തുടരുമ്പോൾ അതിനുശേഷം ഒരു കളർ പടം എന്ന് പറയുന്നത് ആകാശദൂതാണ് അല്ലേ, സിബിസാറിന്റെ. അതിലാരാണ്, സിബിസാറാണോ വിളിച്ചത്? അതില് കറിയാച്ചായൻ, അതും കറിയാച്ചാന്റെ പടമല്ലേ, പ്രേംപ്രകാശ്. ഈ കറിയാച്ചായിരുന്നു ഉദ്ദേശിച്ച ജോസ് പ്രകാശ് സാറിന്റെ അനിയൻ നമ്മുടെ സിനിമയിലുള്ള പ്രേംപ്രകാശാണ്, അതായത് ഇപ്പോഴത്തെ തിരക്കഥാകൃത്തുക്കളായ ബോബി സഞ്ജയുടെ പിതാവ് അല്ലേ. അപ്പം കറിയാച്ചാനെ വിളിച്ചത്. അതിലേറെ സന്തോഷം ഉണ്ടായിരുന്നു അവിടെ ചെന്ന് എന്നെ ഫർഗീസ് ചേട്ടൻ. മറ്റേ ഞങ്ങൾ നാടകം കളിക്കുമ്പോൾ ഇവരുടെ മിമിക്രി ഉണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യും. ഇവരുടെ സെറ്റ് മാറിയാലേ ഞങ്ങൾക്ക് നാടകം കളിക്കാൻ പറ്റും. അപ്പോൾ സെറ്റൊക്കെ മെയിൻ ഞാനാ സ്റ്റേജിലോട്ട് അങ്ങ് കയറും. എൻ്റെ ഒരു പരിപാടി അതും കൂടെ, നാടകം കഴിഞ്ഞാലും ഞാൻ സെറ്റ് അഴിച്ചു കൊടുക്കും. അതുകൊണ്ട് ഈ സെറ്റ് വർക്കേഴ്സിനൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളങ്ങനെ കാരണം അവർക്കൊരു ഹെൽപ്പേ. ആദ്യ സിനിമ കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ ആകാശദൂതിലേക്ക് എത്തുമ്പോഴത്തേക്ക് ആ ക്യാരക്ടർ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയായിരുന്നു സിബിസാറിന്റെ ഒരു ഫിലിം മേക്കിംഗ് എങ്ങനെയാണ്? അതങ്ങനെ ഒത്തിരി ഒന്നും പറഞ്ഞില്ല. പുള്ളിക്ക് ഒരബദ്ധം പറ്റി. നാടക രംഗത്ത് ഞാൻ ഇത്രയും ഫേമസ് ആണെന്ന് പുള്ളിക്ക് അറിയാതെ പോയി. അതുകൊണ്ട് എനിക്ക് 2 വേഷങ്ങൾ തന്നു. ഒന്നൊരു നേഴ്സും, എൻ്റെ ആഗ്രഹം പോലെ ഒന്ന് നേഴ്സായിട്ടെ ഹോസ്പിറ്റലും, നമ്മുടെ ഈ കൊച്ചനെ വണ്ടി ഇടിച്ചു കൊണ്ടുവരത്തില്ലേ, അപ്പം നെടുമുടിയും മാധവിയൊക്കെ കൂടെ ഓടി വരുമ്പം നേഴ്സായിട്ട് നിൽക്കുന്നത് ഞാൻ. മറ്റേ രണ്ട് രൂപഭാവങ്ങൾക്ക് വ്യത്യാസമുണ്ട്, മറ്റേതൊന്ന് മുണ്ടും ബ്ലൗസും. അത് കഴിഞ്ഞ് ചെങ്കോലിൻ്റെ ഇതിന് എന്നപ്പോഴാണ് എൻ്റെ ഇല്ലാമേ എനിക്കറിയത്തില്ലാതെ പോയി. ഇല്ലാമേ ഇത്രയും ഫേമസ് ആരാണ്ടെല്ലാം ചോദിച്ചു. ഈ ഡബിൾ വേഷം എങ്ങനെ, എനിക്ക് ആരോ ചോദിച്ചു, എന്നെ അറിയാവുന്നവരോ പരിചയക്കാരോ വല്ലോ ആയിരിക്കാം. ഈ ആകാശദൂതിലെ ആ ഒരു പാൽക്കാരിയായിട്ടുള്ള കഥാപാത്രം അതിലെ നേഴ്സും തങ്ങൾ തന്നെയാണെന്നുള്ളത് എത്ര പേർക്ക് അറിയാവുന്നുള്ള അറിയത്തില്ല അല്ലേ. സിറ്റി ടോക്സ് ആണ് ആ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ചെത്തിപ്പുഴ ലീലാമ്മയാണ്.